ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ കുറച്ച് കൃഷിയുണ്ട്. മമ്മീൻ്റെ അടിയാണ് അതിൻ്റെ മീൻ. ഞാൻ അങ്ങനെ നോക്കും കണ്ണുകൊണ്ട്. അപ്പം ഇന്നത്തെ ദിവസം ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ പറമ്പിലെ കൃഷിയും കാര്യങ്ങളൊക്കെ കാണിക്കാം. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യാനാണ് പ്ലാൻ. ഇന്നിപ്പോൾ മമ്മിയാണ് കളത്തിലിറങ്ങിയാണ്. മമ്മി ഇന്ന് ക്യാബേജും കോളിഫ്ലവറും തൈകൾ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്, അത് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പറമ്പിൽ എനിക്ക് തന്നെ പേരറിയാത്ത കുറച്ച് ചെടികളുണ്ട്, അത് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. മമ്മീൻ്റെ അടിയൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അതിനൊക്കെ കുറച്ച് ചെടികളാണ് വാങ്ങാൻ. ബസ് വേറെ വാങ്ങും. വരുന്നുണ്ട് നമ്മുടെ കർഷകശ്രീ അവാർഡ് കിട്ടിയിട്ടില്ല എന്നുള്ള എല്ലാ ചെടികളെ പറ്റിയും പറയണോ മമ്മി? ഇത് ഈ കാണുന്ന വെറൈറ്റി ചെടികൾ ഇതാണ് നമ്മുടെ ഇത് തക്കാളി. ഇത് മാഹിക്കോൻ്റെ വിത്ത്, അതാണ് കുറച്ച് ക്വാളിറ്റി ഉള്ള വിത്തേ. അത് മേടിച്ച് പാകി നമ്മൾ തൈക്കൾ ഉണ്ടാക്കിയതാ. മാഹിക്കോ നമ്മൾ തന്നെ ഉണ്ടാക്കിയ തൈയാണോ ഇത്? തക്കാളി അല്ല, അത് നമ്മൾ മേടിച്ചതാണ്. അഗ്രോ ബസാർ തൃശ്ശൂർ. ഒരു തൈക്ക് എത്ര രൂപ വന്ന്? ഒരു തൈക്ക് 4 രൂപ. ഇത് ഞാൻ എന്നിട്ട് പറിച്ച് നട്ട് നമ്മൾ കൊണ്ടുവരുന്ന വഴി മണ്ണിലേക്ക് വെക്കരുത്, കാരണം ഒറ്റ വെക്കാൻ ഇപ്പം നമ്മൾക്ക് അവിടെ വലിപ്പമായി. ഇനി നമ്മൾ വെച്ചാൽ പിടിച്ച് കിട്ടും നല്ലോണം. അത് ഉച്ച കഴിഞ്ഞിട്ടേ തൈക്കൾ നടാവൂ. അല്ല ഇത് ക്യാബേജാണോ കോളിഫ്ലവറാണോ? രണ്ടും ഉണ്ട്, ക്യാബേജും ഉണ്ട് കോളിഫ്ലവറും ഉണ്ട്. രണ്ടും കണ്ട് എങ്ങനെയാ? അതുകൊണ്ട് കോളിഫ്ലവറിൻ്റെ അരികിൽ കുഞ്ഞു കുഞ്ഞു വെട്ടുണ്ടാവും, ക്യാബേജിന് അത് ഉണ്ടാവില്ല. ഇപ്പം ചിലപ്പോൾ കൊണ്ടുവന്നതിൽ ഒരെണ്ണാണ്ട് കോളിഫ്ലവറിനുണ്ട്, ബാക്കി അത് വലുതായാലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇത് കോളിഫ്ലവറാണ്, അത് കോളിഫ്ലവറാണ്. അതിൻ്റെ ഇല കണ്ടില്ലേ, അരികിൽ വെട്ട്. മറ്റേതിന് വെട്ടുണ്ടാവില്ല, അത് ക്യാബേജാണ്. പിന്നെ അത് ഒരുമിച്ച് വെച്ചു. കോളിഫ്ലവറിന് അത് കുറച്ചുകൂടി പൊന്തുമ്പോഴാണ് നല്ല നീളത്തിൽ ഇങ്ങോട്ട് പൊന്തി പോരും. കണ്ട എന്താണ് അതിൻ്റെ ഈ ചെടി എന്നിട്ടോ ബാക്കിൽ കാണുന്ന ചെടി? രണ്ട് ഡബിൾ കളറ് കാണിച്ചത്. അത് മിൽക്കി ഫ്രൂട്ട്, അതിൻ്റെ ഉള്ളിൽ പാല് പോലെ ഇരിക്കുന്നതാണ് മിൽക്കി ഫ്രൂട്ട് എന്ന് തന്നെ അതിൻ്റെ പേര്. കണ്ട അതിൻ്റെ ഭംഗിയാണ്. അത് നമുക്കൊരു എന്താ പറയുക, ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് വെക്കാം വീടുകളിൽ മുൻവശത്തെ. കണ്ട അതിൻ്റെ അടിയിലൊക്കെ കണ്ട ഗോൾഡൻ കളർ, ആ വെള്ളം വെളിച്ചം സൂര്യൻ്റെ ലൈറ്റ് അടിക്കുമ്പോൾ കണ്ട അതിനൊരു പ്രത്യേക ഭംഗിയും. അപ്പോൾ ഇല ഇങ്ങനെ തിരിച്ചു പിടിക്കുക, എന്നാലാണ് ശരിക്കും കാണാം. ഇപ്പോൾ പഴം ഉണ്ടായിരുന്നു കൊഴിഞ്ഞിട്ട് ആത്തച്ചക്കയാണ്. ആത്തച്ചക്ക മമ്മി കെട്ടിട്ടേക്കാണ്, കിളികളൊന്നും മോഷ്ടിച്ച് കൊണ്ടുപോകാണ്ടിരിക്കാനായിട്ട്. നമ്മൾ അത്ര ദുഷ്ടമല്ല, കിളികൾക്കുള്ളതും കുറച്ച് കൊടുക്കാറൊക്കെയുണ്ട് കേട്ടാ. പിന്നെ ഇത് കശുമാവ് കഴിക്കണ കുറേ പേർക്ക് അറിയുന്ന ചെടിയായിരിക്കും. കാട്ടിലോട്ട് എത്തിയത് ഫീൽ തോന്നുന്നുണ്ടാവും. അതിന് അബിയൂമ ആദ്യമായിട്ട് പൂത്തേക്കുന്നത്, കാച്ചൊരു കായ ഉണ്ടായിട്ടുണ്ട്. ഏത് ചെടി? ഇത് അബിയൂമ. ഇത് ആദ്യമായിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. ഇതേ ആദ്യമായിട്ടൊരു പഴം ഉണ്ടായിക്കണണ്ട അബിയു. ഇത് എന്തിനുള്ള ചെടിയാണ് അത് പറഞ്ഞു? അബിയു ഒരു നല്ല ഭയങ്കര വിലയുള്ളൊരു പഴം, നല്ല ഏകദേശം മിൽക്കി ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഒടിച്ചുത്തി നാരങ്ങ. ഇത് നമ്മൾ ഗ്രൗണ്ട് ലെയറിങ് ചെയ്തിട്ട് ഇത് ഗ്രൗണ്ട് ലെയറിങ് നമ്മൾ തന്നെ ചെയ്തുണ്ടാക്കിയ തൈയാണ്. ഇത് 5 വർഷമാകുമ്പോൾ സാധാരണ ചെറുനാരകം പൂത്ത് കായ്ക്കണുള്ളൂ. ഇപ്പോൾ ഈ കൊല്ലം 4-5 നാരങ്ങ ഉണ്ടായി. ഇനി അടുത്ത കൊല്ലം മുതൽ കുറച്ച് കൂടുതലുണ്ടാകും. പിന്നെ തായ്ലൻഡ് ചാമ്പ, അതെ അതിൻ്റെ ഉള്ളിലുള്ളത് ബെൽ ചാമ്പ. അത് ചാമ്പയ്ക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. തായ്ലൻഡ് ബെൽ ചാമ്പ എന്ന് പറയുന്ന ബെല്ലിൻ്റെ ഷേപ്പിലും വലുപ്പത്തിലും. അതേ ഒരെണ്ണം നിൽക്കുന്നുണ്ട്, ഇപ്പോൾ ഒരെണ്ണമുണ്ട്. വേണ്ട പൂത്തിട്ടുണ്ട്, പൂത്ത് നിൽക്കുന്നുണ്ട്. ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറി. ഇത് കണ്ട കുഞ്ഞു കുഞ്ഞു പഴങ്ങളുണ്ടാവും. ഇത് പക്ഷികളാണ് തിന്നുകൊണ്ട് പോവുക, നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടില്ല. ഇത് ഇവിടെ ഒരെണ്ണത്തിൻ്റെ ഫോട്ടോ എടുക്കാറുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. പഴുക്കണുള്ളൂ. അത് ഇതിപ്പോൾ പക്ഷി തിന്നുകൊണ്ട് പോകും, പഴുക്കാൻ ഒരെണ്ണം നിൽക്കുന്നുണ്ട്. പക്ഷേ കണ്ട പക്ഷികൾ തിന്ന് പോയുന്നുണ്ട്. ഇതൊരു പുളിയും മധുരമൊക്കെ ആയിട്ട് ഒരു ടേസ്റ്റുള്ള സാധനം. അതിൻ്റെ പൂവ് കുഞ്ഞു കുഞ്ഞു പഴം ഉണ്ടാവുന്നുണ്ട്. വെസ്റ്റ് ഇന്ത്യൻ ചെറി. തോരപ്പരിപ്പ്. തോരപ്പയർ. ഇത് നിറച്ചുണ്ടായിക്കണുണ്ട്. നിറച്ചുണ്ടായിക്കണ പടം കണ്ടാണ് സുഖമായിട്ട്. അത് വെയിലത്താണ്ട് ഉണങ്ങി കഴിഞ്ഞാൽ വെയിലത്താണ്ട് ഇട്ട്
കൂട്ടിയിട്ടിട്ട് ചവിട്ടിയെടുത്താൽ പയറായി. കൊല കൊലയായിട്ട് കിടക്കുന്നുണ്ട്. എൻ്റെ ഓസ് അവിടെ വെള്ളം ഇങ്ങനെ പോയിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇലയൊന്നും മുള്ളില്ല. മുള്ളില്ലാത്ത പൈനാപ്പിളാണ്. മുള്ളില്ലാത്ത ഇല ഉണ്ടോ? ഇതിന് അത് മുള്ളുള്ള ചെടി, ഇത് മുള്ളില്ലാത്തതാണ്. നമ്മുടെ ജംബോ സപ്പോർട്ട ഉണ്ട്, പൂത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പൂത്ത് കണ്ടിട്ടുണ്ട്. എൻ്റെ പേര് പോലെ വലുതാണോ? വലിയ സൈസും ജംബോ സപ്പോർട്ട അത് ആയിട്ടില്ല, പൂത്തിട്ടുണ്ട്. പൂത്ത് ഇത് വെച്ചിട്ട് ഒരു 1.5 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. ഇതൊക്കെ തായ്ലൻഡ് ലെമൺ.